ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഞാൻ നല്ല എല്ലില്ലാത്ത ഇറച്ചി നന്നായിട്ട് ഒരു 2.5 കിലോ പോലെ ഉണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് കുക്കറിലിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒപ്പം തന്നെ കുറച്ച് കാശ്മീരി പൊടി, പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇറച്ചിക്ക് നല്ല ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തത്. ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, മസാലകളൊന്നും നല്ലോണം ഇറച്ചിയിലേക്ക് അങ്ങോട്ട് മിക്സായിന്ന് വരില്ല. നല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കുമ്പോൾ ഇറച്ചിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടും. ശേഷം നല്ലോണം കുക്കർ അടിച്ച് വെച്ച് ഒരു 5-6 വിസിൽ വരെ അത് വേവിച്ച് ബീഫൊക്കെ വെന്ത് വന്നതിന് ശേഷം നല്ലോണം ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഇറച്ചിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക. അതിൽ ബാക്കി വരുന്ന വെള്ളമൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വന്നിട്ട് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഈ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ നല്ലെണ്ണയാണ് കേട്ടോ. ഈ നല്ലെണ്ണ തന്നെ നമ്മൾ പിന്നെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം പിന്നെ ഇട്ടിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ടെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെക്കും നന്നായി ഒന്ന് തിളപ്പിക്കുക. പിന്നെ ഞാൻ അഡീഷണലായിട്ട് ചേർത്തത് കായപ്പൊടിയാണ് കേട്ടോ. ഈ കായപ്പൊടി നമുക്ക് ടേസ്റ്റിനോ സ്മെല്ലിനോ ഒരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചുകൂടി നമുക്ക് എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്നുണ്ടോ, മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മസാലയായിട്ടൊന്ന് ബീഫുമായിട്ടൊന്ന് സെറ്റായതിന് ശേഷം അതിലേക്ക് നമ്മൾ വിനെഗർ ഉപയോഗിച്ച് കൊടുക്കുക. അതായത് സുർക്ക നന്നായി പാർന്ന് കൊടുക്കുക. ഈ സുർക്കക്ക് അനുസൃതമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അച്ചാറിന് പുളിപ്പ് കുറവായിരിക്കും. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സുർക്ക ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഒരു 5-10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ വെച്ചാൽ ഇത് വെക്കുമ്പം തന്നെ ലോ ഫ്ലെയിമിലൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. പക്ഷേ പ്രശ്നമില്ല. ഈ വെള്ളം വെച്ചാൽ ഈ അച്ചാർ തണുത്ത് വരുമ്പം ഇത് നന്നായി കുറുകി വൃത്തിയായി ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ അച്ചാർ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.